ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയത്തിലാണ്. അപ്പം തിരുവനന്തപുരം മ്യൂസിയം എന്ന് പറയുമെങ്കിലും ഇതിനകത്ത് തന്നെയാണ് ട്രിവാൻഡ്രം സൂവും ഉള്ളത്. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മ്യൂസിയം അല്ലെങ്കിൽ സൂ കോംപ്ലക്സ് ആണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് ഒരു ദിവസം നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ദിവസം ഫുള്ള് നടന്ന് കാണാനുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് തന്നെയുണ്ട്. ശ്രീചിത്ര ആർട്ട് ഗാലറി, നാച്ചുർ ആൻഡ് ഹിസ്റ്റോറിക്കൽ മ്യൂസിയം, അക്വേറിയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് മൃഗശാലയിലോട്ടാണ്, സൂവിലോട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ, ക്ലോക്ക് റൂം, സംഭവങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറയുന്നത് 40 രൂപയാണ് അഡൾട്ട്സിന്. നിങ്ങൾ പ്രൊഫഷണൽ ക്യാമറ കൊണ്ടുപോവുകയാണെങ്കിൽ സ്റ്റിൽസ് എടുക്കാൻ 150 രൂപ എക്സ്ട്രാ കൊടുക്കണം. വീഡിയോ എടുക്കാനാണെങ്കിൽ 2000 രൂപ കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് എടുത്തിട്ട് അപ്പുറത്ത് ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ പ്ലാസ്റ്റിക് സംഭവങ്ങളെല്ലാം, എന്തെങ്കിലും പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ടേ അകത്ത് കയറ്റുള്ളൂ. അപ്പോൾ എല്ലാം അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് സിംഹവാലൻ കുരങ്ങിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ ട്രിവാൻഡ്രം സൂവിലെ ആദ്യത്തെ കാഴ്ച നമ്മളെപ്പോഴും കാണുന്നത് സിംഹവാലൻ കുരങ്ങന്മാരാണ്. ആ കുരങ്ങന്മാരുടെ ഏറ്റവും ഓപ്പോസിറ്റായിട്ട് ഒരു 4-5 കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ കുളിച്ച് കുട്ടപ്പനായിട്ട് അമ്മരവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ കാണുന്നത് ബംഗാൾ കുരങ്ങാണ്. അപ്പോൾ ഇതുപോലെ ഈ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും ആ മൃഗത്തിൻ്റെ പേരൊക്കെ എഴുതി ഇതുപോലെ ഒരു ബോർഡ് വെച്ചേക്കും. അതിൽ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇത് ബഗ്ഗിയാണ്, അതായത് നമുക്ക് ബഗ്ഗി സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കത് ആവശ്യപ്പെടാം. പിന്നെ ഇവിടെ മൃഗങ്ങൾ മാത്രമല്ല, ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള സസ്യങ്ങൾ, മരങ്ങൾ, ചെടികൾ, ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം അവർ ബോർഡ് എഴുതി അതിൻ്റെ ശാസ്ത്രീയ നാമോടൊക്കെ ഇങ്ങനെ തൂക്കിക്കും. അപ്പോൾ അവിടെ നിന്ന് നടന്ന് കുറേ എത്തുമ്പോഴത്തേക്കും നമ്മൾ പക്ഷികളുടെ സെക്ഷനിലോട്ടാണ് എത്തുന്നത്. അപ്പം ഈ ഭാഗത്ത് മൊത്തം ഉള്ളത് പക്ഷികളുടെ കൂടുകളാണ്. വലിയൊരു കൂട് സജ്ജീകരിച്ച് അതിനകത്ത് പക്ഷികളെ പാർപ്പിച്ചിരിക്കുന്നതാണ്. ഇത് വൈറ്റ് റിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പക്ഷിയാണ്. ആദ്യം ഞാൻ വിചാരിച്ചു ഒട്ടക പക്ഷി എന്ന് വിചാരിച്ചു. അതിൻ്റെ പേര് വായിച്ചപ്പോഴാണ് വൈറ്റ് റിയ എന്ന് പറഞ്ഞിട്ടുള്ള പക്ഷി ആണ് ഇതെന്ന് പറയുന്നത്. ഇത് മലവൂരം എന്ന് പറഞ്ഞിട്ടുള്ള മരമാണ്. തൊട്ടടുത്തിരിക്കുന്ന ആഞ്ഞിലിയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ വിവരങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അകത്തോട്ട് ഇറങ്ങി പോകണം. സോ ഈ ഭാഗം ഫുള്ള് പക്ഷികൾക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിരിക്കുന്നതാണ്. ഇത് വെള്ളിമൂങ്ങേനെ ഇട്ടേക്കുന്ന കൂടാണ്. പിന്നെ അകത്ത് നല്ല സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അവനെ കാണാൻ പറ്റുള്ളൂ. കാര്യം ഈ വലിയൊരു കൂട്ടിനകത്ത് ഈ ഒരു വെള്ളിമൂങ്ങ എന്തേ ഉള്ളൂ. അപ്പോൾ അത് ഏറ്റവും മുകളിൽ കയറി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആൾക്കാരെല്ലാം ഈ വെള്ളിമൂങ്ങേനെ നോക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്നത് കുറച്ച് വലിയൊരു കൂടാണ്. അപ്പോൾ ഇതിനകത്ത് ബംഗാൾ കഴുകൻ, അതുപോലെ തന്നെ ഈ കടലിലൊക്കെ കാണപ്പെടുന്ന വെള്ള കളറിൽ ഉള്ള പരുന്ത്, പിന്നെ അല്ലാണ്ട് വേറെ നിറത്തിലുള്ള പരുന്ത്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് ഇട്ടേക്കുന്നത്. അതായത് മാംസഭോജികളായിട്ടുള്ള പക്ഷികൾ. അപ്പോൾ അതിൽ ആ വെള്ള പരുന്ത് ഇവിടെ ഇരിപ്പുള്ളൂ. നല്ല ഭംഗിയുള്ളൊരു സാധനമാണ്. അത് ആൾക്കാരുടെ സംസാരത്തിനനുസരിച്ച് അത് റെസ്പോണ്ടും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ബംഗാൾ കഴുകനാണ്. ഇത് ചെറിയൊരു കഴുകനാണ്. ഇതിൻ്റെ മുകളിൽ ഒരു കഴുകനുണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് കാണിച്ചില്ലേ, അത് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ഭീമാകാരൻ ഒരു കഴുകനാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും നമ്മൾ താഴോട്ട് പോകുമ്പോഴത്തേക്കുമാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു കൂട് ഇതാണെന്ന് തോന്നുന്നു. ഇത് പെലിക്കൻസ്, പിന്നെ നീർക്കോഴി, പിന്നെ മറ്റ് പലതരത്തിലുള്ള കൊക്കുകൾ ഒക്കെ വസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊരു നാച്ചുറലായിട്ടുള്ളൊരു ലേക്കാണ്. ആ ലേക്കിൽ ഇതുപോലുള്ള കമ്പിവലകൾ കെട്ടി ഇതൊന്നും ഈ പക്ഷികളൊന്നും പുറത്തു പോവാതെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആവാസ വ്യവസ്ഥ അതിനകത്ത് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ലേക്കിനകത്ത് തന്നെ മീനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ഫെലിക്കൺ ഒരു മീനിനെ പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവരുടേതായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഫ്രീ ആയിട്ട് പറന്ന് കിടന്ന് അതിൻ്റേതായിട്ടുള്ളൊരു ലൈഫിൽ നിൽക്കുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഇതുപോലെ കണ്ണാടി ഇട്ടിട്ടുള്ള വാച്ച് ടവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് വേറെ ഒരു പ്രശ്നമില്ലാതെ നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് പാടാണ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പുറത്ത് വന്ന് നിന്ന് കാണുന്നത്. ഇതിനിടയിൽ ആ കൂടിനകത്തുനിന്ന് ഏതോ ഒരു വിരുദ്ധ വെളിയിൽ ചാടി നിൽപ്പുണ്ട്. പക്ഷേ ഇതിന് ഇപ്പോൾ അകത്ത് കയറണമെന്നുണ്ട്. പക്ഷേ അകത്ത് കയറാനും പറ്റാത്ത അവസ്ഥയിൽ കിടന്ന് കറങ്ങുവാണ്. അപ്പോൾ ഈ ഇറങ്ങിപ്പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ നീർനായയെ കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. സോ ഇതാണ് നീർനായ.
ഇത് നമ്മൾ കുറേ നേരം കണ്ടുകൊണ്ടിരുന്ന അടിപൊളി ഒരു രീതിയാണ്. ഇതിപ്പോൾ ഒരു ചിത്രശലഭത്തിനെ ഓട്ടിച്ചിട്ട് പിടിക്കാനുള്ള ഒരു തിരക്കിലാണ്. അപ്പുറത്ത് ഒരുത്തൻ മീൻ കടിച്ച് തിന്നതിൻ്റെ തിരക്കിലാണ്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവന് എങ്ങനെയെങ്കിലും ആ ചിത്രശലഭത്തിനെ പിടിക്കുന്നതാണ്. ഇതാ അവ ഒരു മീൻ കടിച്ച് തിന്നുന്ന ഒരു തിരക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാ നീർനായൊക്കെ ഇട്ടേക്കുന്ന കൂടിന് ഓപ്പോസിറ്റുള്ളൊരു ചെറിയൊരു ലേക്ക് പോലത്തെ ഒരു സ്ഥലമാണ്. അതെല്ലാം നാച്ചുറലായിട്ട് കിടക്കുന്ന ഒരു വെള്ളമായതുകൊണ്ട് തന്നെ ഒരുപാട് മത്സ്യങ്ങൾ, ഏകദേശം ഒരു 1 കിലോയെങ്കിലും തൂക്കം വരും. നല്ല കിടിലം മത്സ്യങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ ഈ കാണുന്നത് ഒരു ഗോൾഡൻ പീജി ആണോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. പക്ഷേ ഇത് ഈ ഭാഗത്തുള്ള കാഴ്ചകളൊന്നും നമുക്ക് അങ്ങനെ ക്യാമറയിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ നിന്ന് സ്കിപ്പ് ആവുകയാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഇതിനകത്ത് തന്നെയുള്ള നാച്ചുറൽ വാട്ടർ റിസോഴ്സൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ മ്യൂസിയം അല്ലെങ്കിൽ ഈ ഒരു ഒരു എൻ്റയർ ഒരു പാർക്ക് നിൽക്കുന്നതെന്ന് പറയുന്നത് സിറ്റിക്ക് സെൻറ്ററിലാണ്, ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ്. അപ്പോൾ അതിനകത്താണ് ഇത്രയും മനോഹരമായിട്ടുള്ള ലേക്കും നാച്ചുറൽ റിസോഴ്സൊക്കെ ഉള്ളത്. അവിടെ നമ്മൾ നടന്നു വന്ന് കയറിയത് യമൂൻ്റെ കാഴ്ചയിലോട്ടാണ്. അപ്പം ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ലോകത്തിൽ ഏറ്റവും വലിയ 2ാമത്തെ പക്ഷിയാണ് യമു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് വൈൽഡ് ആനിമൽസ് ആയിട്ട് മാത്രമല്ല, ചില ആൾക്കാർ പ്രൈവറ്റായിട്ട് വളർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നീർക്കുതിരയുടെ കാഴ്ചയിലോട്ടാണ്, അതായത് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കാഴ്ചയിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. നല്ല ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ അവന്മാരെല്ലാം വെള്ളത്തിനകത്താണ്. അതിൻ്റെ 2 കണ്ണും തലയും മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ബാക്കിയെല്ലാം അത് ഈ വെള്ളത്തിനകത്തിട്ട് തണുപ്പ് കൊണ്ട് കിടക്കുകയാണ്. പിന്നെ ആ ഭാഗത്ത് കുറച്ച് സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കൂടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ കാണ്ടാമൃഗം കിടക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു അനക്കവുമില്ല, വെള്ളത്തിൽ ആ ചെളിയിൽ ഇങ്ങനെ പുതങ്ങി മര്യാദ കിടക്കുകയാണ്. ഈ കാണുന്നത് കലമാൻ കൂട്ടമാണ്, അതായത് നമ്മൾ മ്ലാവ് എന്നൊക്കെ പറയും. അത് ഒരുപാട് മ്ലാവ് ഇതാ ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ എല്ലാത്തിനും കൊമ്പില്ല, ചില സാധനങ്ങൾക്ക് മാത്രം. ഇതിൻ്റെ ആൺമ്ലാവുകൾക്ക് നല്ല കൊമ്പുണ്ട്, അത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു മ്ലാവിന് മാത്രമാണ് കൊമ്പുള്ളൊരു മ്ലാവിനെ കണ്ടത്. അവൻ വെള്ളം കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് കാട്ടുപോത്തുകളാണ്, കുറച്ചുകൂടെ തടിമാടന്മാരായിട്ടുള്ള കാട്ടുപോത്തുകൾ. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ വേറൊരു സ്ഥലത്തെത്തി നല്ല വിശദമായിട്ട് കാണാൻ പറ്റും. അവിടെ നിന്ന് കാണിച്ചു തരാം. ഇത് വീണ്ടും നമ്മൾ ബ്രൗൺ റിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പക്ഷിയുടെ അടുത്തിട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട റിയ എന്ന് പറഞ്ഞിട്ടുള്ള അതേ പക്ഷി തന്നെയാണ് അതിൻ്റെ ബ്രൗൺ റിയ. പക്ഷെ അവർ ബ്രൗൺ റിയ നെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ ആ കൂട്ടിൽ മിക്സഡ് ആയിട്ടാണ് നിൽക്കുന്നത്. വൈറ്റ് റിയയും ബ്രൗൺ റിയ എല്ലാം ഉണ്ട്. ഇത് പന്നിമാൻ എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മൃഗത്തിനെ കാണുന്നത്. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പാവത്താൻ സാധനം. കറക്റ്റ് ഒരു മാനിൻ്റെ ഒരു രൂപവും പന്നിയുടെ ശരീരവും. അത് നമ്മൾ ഒരു പ്രത്യേക രൂപമാണ് അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട നല്ല തടിമാടന്മാരായിട്ടുള്ള കാട്ടുപോത്തുകളുടെ അടുത്തുള്ള കാഴ്ചയാണ്. ആ ഭാഗത്തു നിന്ന് കാണുന്നതിനേക്കാളും ഇവിടെ ഒരു വാച്ച് ടവർ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ ഉള്ള കാഴ്ചയാണത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ കാണുന്നത് നമ്മളെ സാധാരണ പുള്ളിമാനാണ്. നല്ല ഭംഗിയുള്ള കാഴ്ച. ഒരുപാട് പുള്ളിമാൻ ഇവിടെ ഉണ്ട്. അവർ തീറ്റ കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്ന തിരക്കിലാണ്. അതൊരു അടിപൊളി കാഴ്ചയായിരുന്നു. അപ്പം നമ്മൾ ഏകദേശം മൃഗശാലയുടെ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ആവുന്നു. അപ്പം ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു കോഫി ഷോപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കോഫി, ടീ, മീറ്റ് റോള്, പപ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് റിഫ്രഷിന് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് കുടിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ട് നമ്മൾ സൂവിൽ പോകുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ജീവികളുണ്ടല്ലോ, അതായത് പുലി, കടുവ, സിംഹം. അപ്പോൾ ഇനി മുതലെല്ലാം ഇവരുടെ കാഴ്ചകളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് പുള്ളിപ്പുലിയാണ്, പുള്ളിപ്പുലിയുടെ കൂടാണ്. അപ്പോൾ ഇതിനകത്ത് 3 പുള്ളിപ്പുലികളുണ്ട്. അപ്പം 2 ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ ഒരെണ്ണമാണ് കുറച്ച് ആക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു കാഴ്ചയായിരുന്നു. ഒരുപാട് പേര് അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ഈ ഭാഗത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ മ്യൂസിയത്തിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ സൂവിൽ തിരക്കനുഭവപ്പെടുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ ഒരുപാട് പേര് കുറേ നേരം സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് കടുവ. അപ്പം കടുവയുടെ കാഴ്ചയാണ്. ഇപ്പോൾ കടുവയും ഇതുപോലെ അവിടെ അവന് ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ട്
ഒന്ന് ഉലാത്തുന്ന സമയമാണ്. ഇപ്പോൾ കാണുന്നത് സിംഹമാണ്. അങ്ങനെ കാട്ടിലെ രാജാവ് നമ്മുടെ നാട്ടിലെ കൂട്ടിലിങ്ങനെ കിടക്കുവാണ്. അതിനും ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ ഇവന്മാരെ കാണുമ്പോൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കില്ല, ചില സമയങ്ങളിൽ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ കാണുന്നത് ഹൈന, അതായത് കഴുതപ്പുലിയാണ്. അപ്പോൾ കാട്ടിൽ സിംഹത്തിനെ വരെ ഓട്ടിച്ചിട്ട് അവന്മാർ പിടിച്ചിട്ടേക്കുന്ന ആഹാരം ഓട്ടിക്കുന്ന പാർട്ടിയാണ്. സോ അതും ഇങ്ങനെ ഇവിടെ കിടപ്പുണ്ട്. സോ ഹൈന ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഇത് കുറച്ച് അകലെയുള്ളൊരു കൂടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല. ഒരു ആൺ സിംഹത്തിന് ഇട്ടിട്ടുണ്ട്. എനിക്ക് അപകടകാരി ആയതുകൊണ്ടോ അങ്ങനെയാണോന്ന് അറിയത്തില്ല. ഇത് ഒരുപാട് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് അതിനെ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു പെൺസിംഹവും കിടപ്പുണ്ട്. അത് ആഹാരമൊക്കെ കഴിച്ച് സുഖം ഉറക്കമാണ്. സോ ആൺ സിംഹമാണ് കുറച്ച് ആക്റ്റീവായിട്ട് അങ്ങോട്ടേക്കോട്ട് നടക്കുന്നത്. ഇത് വെള്ളക്കടുവ, നമ്മൾ പാമ്പിൻ്റെ കൂടിലോട്ടൊക്കെ പോകുന്ന ആ വഴിയിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ അതിനെ കുറച്ച് ഓപ്പണായിട്ടാണ് ഇട്ടേക്കുന്നത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു വെയിലായതുകൊണ്ട് അത് വെള്ളത്തിനകത്ത് ഇങ്ങനെ മുങ്ങി കിടക്കുകയാണ്. അത് അവിടെ നിന്ന് മാറുന്നേ ഉള്ളൂ, ജസ്റ്റ് അവിടെ മാത്രം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഫാൻസി കിളികളുടെയൊക്കെ ഒരു സെക്ഷനാണ്. മക്കാവു, അതുപോലെ തന്നെ പലതരത്തിലുള്ള പാരറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. പക്ഷെ നമുക്ക് ക്യാമറയിൽ പെട്ടെന്ന് അത് കിട്ടത്തില്ല, കാര്യം അങ്ങനത്തെ ഒരു കൂടിലും ആണ് ഇട്ടേക്കുന്നത്. കുറച്ച് അകലവും ഉണ്ട്. സോ അത് നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോഴേ നമുക്കത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് മുള്ളംപന്നിയുടെ കൂടാണ്. അപ്പോൾ ബാക്കി എല്ലായിടത്തും വലയാണ് ഇട്ടേക്കുന്നതെങ്കിൽ ഇവിടെ ഗ്ലാസ്സാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് മുള്ളുമെല്ലാം തെറിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നവർക്ക് പരിക്കൊറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടം പോലെ മുള്ളംപന്നി കിടപ്പുണ്ട്. അതിൽ ഏതോരത്തെയും മുള്ളൊക്കെ ഫുള്ള് കൊഴിച്ച് കളഞ്ഞിട്ട് നടക്കുകയാണ്, മുളിയായിട്ട് നടക്കുകയാണ്. ഇനി നമ്മൾ കയറുന്നത് ശലഭോദ്യാനത്തിലാണ്. അതായത് ചിത്രശലഭങ്ങളുടെ ഒരു ചെറിയൊരു പാർക്കാണ്. അപ്പോൾ ഇവിടെ കുറേ പൂച്ചെടികളും അല്ലെങ്കിൽ ഈ ശലഭങ്ങളെ ആകർഷിക്കുന്ന കുറേ ചെടികളും അതിനു വേണ്ടിയിട്ടുള്ള ആവാസ വ്യവസ്ഥയുമാണ് ഒരുക്കിക്കുന്നത്. 2021 ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥലമാണ് ഇത്. അതായത് അത്യാവശ്യം ഡീപ്പ് ഫോറസ്റ്റ് പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. സോ അവിടെയാണല്ലോ കൂടുതലും ചിത്രശലഭങ്ങൾക്ക് പ്രജനനത്തിനും കാര്യത്തിനൊക്കെ പറ്റുന്നത്. സോ ഇവിടെ ഉള്ള ശലഭങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നാച്ചുറൽ റിസോഴ്സ് പോലെ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടം ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. അതായത് നമ്മളൊരു ഡീപ്പ് ഫോറസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഡീപ്പ് ഫോറസ്റ്റിലാകുമ്പോഴത്തേക്കും ശലഭങ്ങൾ ഒരുപാട് പ്രജനനം, അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഒരുക്കിക്കുന്നത്. അപ്പം നമുക്ക് വലുതായിട്ട് ഒരുപാട് ശലഭങ്ങളെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്കിവിടെ അത്യാവശ്യം ചിത്രശലഭങ്ങളെ മറ്റും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശലഭോദ്യാനത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്നത് ഉരകങ്ങളുടെ സെക്ഷനിലേക്കാണ്, അതായത് പാമ്പുകളുടെ സെക്ഷനിലോട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോഗ്രാഫിക്കൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പാമ്പുകളെയും വിശദമായിട്ട് കാണിച്ചെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. മാത്രമല്ല ചില സ്ഥലങ്ങളിൽ ഒഴിഞ്ഞാണ് കിടക്കുന്നത്, ചില സ്ഥലങ്ങളിൽ നമുക്ക് ലൈറ്റ് കുറവാണ്, പിന്നെ ഭയങ്കര തിരക്കാണ്. വളരെ ചെറിയൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. വളരെ ചെറിയൊരു പാത ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ പുറകെ വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നമ്മുടെ പെരുമ്പാമ്പാണ്. അപ്പോൾ പെരുമ്പാമ്പിൻ്റെ ഒരു വലിയ സെക്ഷനാണ്. അത് നല്ല രീതിയിൽ ചലിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു. അതൊരു മരത്തിൻ്റെ മുകളിലിരിക്കുകയാണ്. ഇതും പെരുമ്പാമ്പാണ്. ആ ഒരു മൂലയ്ക്കകത്താണ്, അതായത് വെള്ളച്ചാട്ടം ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു മൂലയ്ക്ക് ആണ് ഇരിക്കുന്നത്. കല്ലിൻ്റെ അതേ കളറായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതാണ് അനാക്കൊണ്ട, ഗ്രീൻ അനാക്കൊണ്ട. അത് ഇവിടെ കിടപ്പുണ്ട്, പക്ഷെ അതിനൊന്നും അനങ്ങുന്നില്ല. അപ്പോൾ ഇത് രാജവെമ്പാലയുടെ കൂടാണ്. അത് കൂട്ടിനകത്ത് അത് രാജവെമ്പാല ചുരുണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഫോണിൽ അല്ല ക്യാമറയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് രണ്ടാമത്തെ കൂടിലാണ്, വേറൊരു കൂടിൽ കിടക്കുന്ന രാജവെമ്പാലയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് പുറത്തോട്ടിറങ്ങി. അപ്പോൾ ഇതിനകത്ത് ഇനി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അതായത് ഈ കാണിക്കുന്നത് പോലെ ഈ ആർട്ട് ഗാലറി, അതുപോലെ തന്നെ പെയിൻറ്റിങ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രീചിത്ര ആർട്ട് ഗാലറിയിലോട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വീഡിയോഗ്രാഫി അലോഡല്ല, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പം 50 രൂപ കൊടുത്ത് നമ്മൾ 2 ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുവാണ്.
അപ്പോൾ ഇത് ഈ ഒരു ബിൽഡിങ്ങൊക്കെ നല്ല കിടിലനായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ആ ബിൽഡിങ് അതിന് ചുറ്റുമുള്ള ആ ഒരു ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം. അപ്പോൾ ഇതിനകത്തുള്ള കാഴ്ചകളാണ്. ഇതിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം രാജാ രവിവർമ്മയുടെയും അതുപോലെ തന്നെ പല ചിത്രകാരന്മാരുടെയും ചിത്രങ്ങൾ, യഥാർത്ഥ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഹാഭാരതമോ രാമായണമോ അതിൻ്റെ കയ്യെഴുത്ത് പ്രതി അതും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പേർഷ്യയിൽ പ്രചരിച്ചിരുന്ന കയ്യെഴുത്ത് പ്രതിയാണ് അത്. ഇത് പ്രൊമോട്ട് ചെയ്തത് അക്ബർ, അതായത് മുഗൾ രാജവംശമാണ്. നമ്മളെ ഇപ്പം നാട്ടിൽ പൊളിറ്റിക്സിൽ കത്തിക്കുവാണല്ലോ മുഗൾ രാജവംശത്തിനെതിരെ RSSകാരൊക്കെ ഇങ്ങനെ പറയുന്നത്. സോ നമ്മളെ രാമായണമൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്, മറ്റ് രാജ്യങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് മുഗൾ രാജവംശമാണെന്നതിൻ്റെ തെളിവാണ് അതിനകത്തിരിക്കുന്ന ആ സാധനങ്ങളൊക്കെ. ഇനി നമ്മൾ അക്ബറത്തിൻ്റെ കാഴ്ചകളിലോട്ടാണ് പോകുന്നത്. അതായത് നമ്മൾ സൂ കണ്ട് ഇറങ്ങി ശ്രീചിത്ര ആർട്ട് ഗാലറിയെ കഴിഞ്ഞ് ഇറങ്ങി നടന്നു വരുമ്പോഴത്തേക്കും ആ വഴി തന്നെയാണ് അക്ബറും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. 30 രൂപയാണ് ഒരു അഡൾട്ടിന് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറിന് അടുത്ത് തന്നെ കുറേ സാധനങ്ങളുണ്ട്. അതായത് നമുക്കിപ്പം ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാൻ ഉള്ള ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ക്യാൻറ്റീനുണ്ട്, കുട്ടികൾക്കുള്ള പാർക്കുണ്ട്, പിന്നെ 3D ഷോ നടത്തുന്ന തിയേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ ആഹാരം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നവരാണെങ്കിലും അതിരുന്ന് കഴിക്കാനുള്ള സ്ഥലം അപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റുമായിട്ട് നേരെ അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറുവാണ്. അപ്പോൾ നമ്മൾ അക്വേറിയം കണ്ട് പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ രാവിലെ വന്നിട്ട് നടക്കാൻ തുടങ്ങിയതാണ്. നമ്മൾ 3 സ്ഥലത്തേക്ക് കയറിയപ്പോൾ തന്നെ കുറച്ചൊക്കെ തളർന്നു. നല്ല വെയിലും കൂടെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാഴ്ച ഇത്രയും, അതായത് നമ്മൾ കയറി കാണുന്നത് ഇത്രയായിട്ട് ഒതുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി ഈ പാർക്കിലൂടെ കുറേ നടക്കാമെന്ന് വിചാരിച്ചു. പാർക്കൊക്കെ പഴയതുപോലെ അല്ല കേട്ടോ. പണ്ട് കുറേയൊക്കെ കരിങ്ങുണയും കിടന്നെങ്കിലും ഇപ്പോൾ നല്ല കിടിലനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് പൂക്കളായിരുന്നാലും ചെടികളായിരുന്നാലും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് കാഴ്ചകളോടൊപ്പം തന്നെ ഈ പാർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു 5 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ, ഈ വെയിലൊക്കെ ഒന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇരുന്ന് നല്ല സുഖമായിട്ട് ആസ്വദിച്ച് ഒന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കാൻ പറ്റും. പിന്നെ രാവിലെ സിറ്റിയിലുള്ള ആൾക്കാരൊക്കെ രാവിലെ ജോഗിങ്ങിനും രാത്രി ജോഗിങ്ങിനൊക്കെ വരുന്ന സ്ഥലം കൂടെയാണ്. പിന്നെ ഇവിടെ തന്നെ ഈ കാണുന്നത് നേപ്പിയർ മ്യൂസിയമാണ്. ഇതിനകത്ത് ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ആൻറ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട്. അതായത് നേപ്പിയർ മ്യൂസിയം, ഈ കാണുന്ന നേപ്പിയർ മ്യൂസിയം, അതുപോലെ തന്നെ നാച്ചുറൽ ഹിസ്റ്റോറിയൽ മ്യൂസിയം, അതുപോലെ തന്നെ 3D ഷോ, പിന്നെ അതുപോലെ തന്നെ ഇതിനടുത്ത് തന്നെ നമ്മൾ ഈ ടിക്കറ്റ് കൗണ്ടറിനടുത്ത് മറ്റൊരു മ്യൂസിയം ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഈ സ്ഥലത്ത് ഇനിയും
ഒരുപാട് സ്കോപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ ഈ 3 കാഴ്ചകളിൽ ഒതുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് മ്യൂസിയത്തിൽ വരുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കാര്യം കൂടെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.